നമസ്കാരം. എല്ലാവർക്കും അന്നപൂർണേശ്വരി ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നോളേജ് ഓഫ് ഹിന്ദുസം സ്പെഷ്യൽ വീഡിയോ പാർട്ട് 12 ആണ്. വീഡിയോയിലേക്ക് പോവാം. രാമായണം എഴുതിയതാരാണ്? വാത്മീകി മഹർഷി. രാമായണ കർത്താവിൻ്റെ പേരിൻ്റെ അർത്ഥം എന്താണ്? മൺപുറ്റ്. രാമായണ കഥ നടന്നത് ഏതു യുഗത്തിലാണ്? ത്രേതായുഗം. മലയാള രാമായണങ്ങൾ ഏതെല്ലാമാണ്? രാമചരിതം, കർണാശ രാമായണം, രാമായണം ചമ്പു, അധ്യാത്മരാമായണം കിളിപ്പാട്ട്, രാമായണം ആട്ടക്കഥ. രാമായണ കഥ ഒരു ആഖ്യാനമാണ്. ഇത് ആർക്ക് ഉപദേശിക്കുന്നതാണ്? ശിവൻ പാർവതിക്ക്. രാമായണ നിർമ്മിതിക്കായി രാമായണ കർത്താവിനോട് ആവശ്യപ്പെട്ടതാര്? ബ്രഹ്മാവ്. ചണ്ഡിക ഹോമം നടത്തിയാലുള്ള ഫലം എന്താണ്? സർവകാര്യ വിജയത്തിനായി. വിഷ്ണു ഭഗവാന് പാൽപ്പായസം വഴിപാട് കഴിച്ചാലുള്ള ഫലം എന്താണ്? ധനധാന്യ വർദ്ധനവ്. ഗണപതി ഹോമം നടത്തിയാലുള്ള ഫലം എന്താണ്? വിഘ്നങ്ങൾ മാറുവാൻ. ഗായത്രി ഹോമം നടത്തിയാലുള്ള ഫലം എന്താണ്? സൽക്കർമ്മ വർദ്ധനവും സച്ചിന്തയുണ്ടാവാനും ബുദ്ധി തെളിയാനുമാണ്. ലക്ഷ്മി കുബേര ഹോമം നടത്തിയാലുള്ള ഫലം എന്താണ്? ധനപരമായും മറ്റു സമ്പത്തുകളുടെയും വർദ്ധനവിനു വേണ്ടി. മഹാദേവി ഹോമം നടത്തിയാലുള്ള ഫലം എന്താണ്? ദമ്പതിമാർക്കിടയിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുവാനും ഐക്യമുണ്ടാവാനും വേണ്ടി. സുദർശന ഹോമം നടത്തിയാലുള്ള ഫലം എന്താണ്? സർവകാര്യ വിജയവും ശത്രുനാശവും. വിഷ്ണു ഭഗവാന് നെയ്വിളക്ക് സമർപ്പിച്ചാലുള്ള ഫലം എന്താണ്? നേത്രരോഗശമനവും അഭിഷ്ടസിദ്ധിയും. വിഷ്ണു ഭഗവാന്റെ അവിടെ സന്താന ഗോപാല മന്ത്രാർച്ചന ചെയ്താലുള്ള ഫലം എന്താണ്? സൽസന്താന ലാഭം. വിഷ്ണു ഭഗവാന് വെണ്ണ നിവേദ്യം നടത്തിയാലുള്ള ഫലം എന്താണ്? ബുദ്ധിവികാസത്തിന്. വിഷ്ണു ഭഗവാന്റെ അവിടെ സഹസ്രനാമാർച്ചന നടത്തിയാലുള്ള ഫലം എന്ന് പറയുന്നത് ഐശ്വര്യവും മംഗളസിദ്ധിയും. വിഷ്ണു ഭഗവാന്റെ അവിടെ ഭാഗ്യസൂക്താർച്ചന നടത്തിയാലുള്ള ഫലം ഭാഗ്യസിദ്ധിയും സാമ്പത്തിക അഭിവൃദ്ധിയും. വിഷ്ണു ഭഗവാന്റെ അവിടെ പുരുഷ സൂക്താർച്ചന നടത്തിയാലുള്ള ഫലം ഇഷ്ടസന്താന ലബ്ധി. വിഷ്ണു ഭഗവാന്റെ അവിടെ ആയുർസൂക്താർച്ചന നടത്തിയാലുള്ള ഫലം ആയുർവർദ്ധനവും രോഗമുക്തിയും. വിഷ്ണു ഭഗവാന്റെ അവിടെ തുളസിമാല സമർപ്പിച്ചാലുള്ള ഫലം മനഃശാന്തി. വാസ്തു ഹോമം നടത്തിയാലുള്ള ഫലം ഭൂമിയിലെ വാസ്തുദോഷം പരിഹരിക്കാനായി. ദുർഗാ ഹോമം നടത്തിയാലുള്ള ഫലം ആത്മധൈര്യം വർദ്ധിക്കാനും ശത്രുഭീതി ഒഴിവാക്കാനും. ധന്വന്തര ഹോമം നടത്തിയാലുള്ള ഫലം ആയുരാരോഗ്യ വർദ്ധനവിനായിട്ട്. രുദ്രഹോമം നടത്തിയാലുള്ള ഫലം സകല പാപ പരിഹാരത്തിനായിട്ട്. ആയുഷ് ഹോമം നടത്തിയാലുള്ള ഫലം ദീർഘായുസിന്. ഇത് കുട്ടികൾ ജനിച്ച ഉടനെ നടത്തുന്ന ഹോമമാണിത്. വിദ്യാഹോമം നടത്തിയാലുള്ള ഫലം എന്താണ്? വിദ്യാലാഭത്തിനായും ബുദ്ധിവർദ്ധനവിനും. സുബ്രഹ്മണ്യ സ്വാമിക്ക് ജലാഭിഷേകം നടത്തിയാലുള്ള ഫലം എന്താണ്? മനഃശാന്തി. സുബ്രഹ്മണ്യ സ്വാമിക്ക് മഞ്ഞൾ അഭിഷേകം നടത്തിയാലുള്ള ഫലം എന്താണ്? തിന്മയകറ്റാൻ. സുബ്രഹ്മണ്യ സ്വാമിക്ക് വാസന ദ്രവ്യാഭിഷേകം നടത്തിയാലുള്ള ഫലം എന്താണ്? ആയുസ്സിന്. സുബ്രഹ്മണ്യ സ്വാമി ചന്ദനാഭിഷേകം നടത്തിയാലുള്ള ഫലം എന്താണ്? ധനത്തിന്. സുബ്രഹ്മണ്യ സ്വാമിക്ക് പാലഭിഷേകം നടത്തിയാലുള്ള ഫലം എന്താണ്? ദീർഘായുസ്. സുബ്രഹ്മണ്യ സ്വാമിക്ക് തൈരാഭിഷേകം നടത്തിയാലുള്ള ഫലം എന്താണ്? സന്താനലബ്ധി. സുബ്രഹ്മണ്യ സ്വാമിക്ക് ശർക്കരാഭിഷേകം നടത്തിയാലുള്ള ഫലം എന്താണ്? ശത്രുവിജയത്തിന്. സുബ്രഹ്മണ്യ സ്വാമി എള്ളഭിഷേകം നടത്തിയാലുള്ള ഫലം എന്താണ്? ജീവിത സൗഖ്യത്തിന്. കുമാര സൂക്താർച്ചന നടത്തിയാലുള്ള ഫലം
സുബ്രഹ്മണ്യ പ്രീതി. സാരസ്വതാർച്ചന നടത്തിയാലുള്ള ഫലം വിദ്യാഭിവൃദ്ധി. സ്വസ്തി അർച്ചന നടത്തിയാലുള്ള ഫലം എന്താണ്? യാത്രകളിൽ കാര്യസിദ്ധി. ഭാഗ്യ അർച്ചന നടത്തിയാലുള്ള ഫലം എന്താണ്? കാര്യസാധ്യം, ധനസമ്പാദനം. ആയുർ അർച്ചന നടത്തിയാലുള്ള ഫലം എന്താണ്? രോഗശമനം, ദീർഘായുസ്. സംവാദ അർച്ചന നടത്തിയാലുള്ള ഫലം എന്താണ്? ഐക്യമത്യം, സൗഹൃദം. ദേവി അർച്ചന നടത്തിയാലുള്ള ഫലം എന്താണ്? ദേവീപ്രീതി. ശ്രീവിദ്യാ മന്ത്രാർച്ചന നടത്തിയാലുള്ള ഫലം എന്താണ്? വിദ്യയിൽ ഉന്നതി. സ്വയംവര മന്ത്രാർച്ചന നടത്തിയാലുള്ള ഫലം എന്താണ്? വിവാഹ തടസ്സം നീങ്ങാൻ. സർവരോഗശാന്തി മന്ത്രാർച്ചന നടത്തിയാലുള്ള ഫലം എന്താണ്? രോഗശാന്തി. ശത്രു സംഹാര മന്ത്രാർച്ചന നടത്തിയാലുള്ള ഫലം എന്താണ്? ശത്രു സംഹാരത്തിന്. ഗുരുതി പുഷ്പാഞ്ജലി നടത്തിയാലുള്ള ഫലം എന്താണ്? ആഭിചാരദോഷം നീങ്ങിക്കിട്ടാൻ. വേദവ്യാസന്റെ അച്ഛനമ്മമാർ ആരാണ്? പരാശരനും സത്യവതിയും. പഞ്ചമവേദം ഏതാണ്? മഹാഭാരതം. ശ്രീകൃഷ്ണന്റെ ഗുരു ആരാണ്? സന്ദീപനി മഹർഷി. ശിവഭഗവാന് നെയ്യ് അഭിഷേകം ചെയ്താലുള്ള ഫലം പഞ്ചമുക്തി. ശിവഭഗവാന് നല്ലെണ്ണ അഭിഷേകം ചെയ്താലുള്ള ഫലം മനഃശാന്തി. ശിവഭഗവാന് പാൽ കൊണ്ട് അഭിഷേകം ചെയ്താലുള്ള ഫലം ആയുർവർദ്ധനവും മരണഭീതി മാറാനും. ശിവഭഗവാന് തൈര് കൊണ്ട് അഭിഷേകം ചെയ്താലുള്ള ഫലം വിദ്യാവിജയവും ഉന്നത സ്ഥാനലബ്ധിയും. ശിവഭഗവാന് ഇളനീർ കൊണ്ട് അഭിഷേകം ചെയ്താലുള്ള ഫലം ദോഷമുക്തിയും സായുജ്യവും. ശിവഭഗവാന് പഞ്ചഗവ്യം കൊണ്ട് അഭിഷേകം ചെയ്താലുള്ള ഫലം ജീവിതത്തിൽ വിജയം. ശിവഭഗവാന് തേൻ കൊണ്ട് അഭിഷേകം ചെയ്താലുള്ള ഫലം സന്തോഷവും സംതൃപ്തിയും. ശിവഭഗവാന് പഞ്ചാമൃതം കൊണ്ട് അഭിഷേകം ചെയ്താലുള്ള ഫലം ജീവിതത്തിൽ വിജയം. ശിവഭഗവാന് കരിമ്പിൻ കൊണ്ട് അഭിഷേകം ചെയ്താലുള്ള ഫലം ആരോഗ്യം. ശ്രീരാമൻ മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ എത്രാമത്തെ അവതാരമാണ്? 7ാമത്തെ അവതാരം. രാമായണത്തിൽ എത്ര കാണ്ഡങ്ങളുണ്ട്? 7. രാമരാവണ യുദ്ധം നടന്നത് എത്ര ദിവസങ്ങളിലായിട്ടാണ്? 7. ദേഹപുഷ്പാഞ്ജലി നടത്തിയാലുള്ള ഫലം എന്താണ്? ശരീരക്ലേശ നിവാരണം. രക്തപുഷ്പാഞ്ജലി നടത്തിയാലുള്ള ഫലം എന്താണ്? ശത്രുദോഷ ശമനവും അഭിഷ്ടിസിദ്ധിയും. ഭഗവതി സേവ വഴിപാട് നടത്തിയാലുള്ള ഫലം എന്താണ്? ദുരിത നിവാരണവും ആപത്തുകളിൽ നിന്നുള്ള മോചനവും. അഘോര ഹോമം വഴിപാട് നടത്തിയാലുള്ള ഫലം എന്താണ്? ആഭിചാരബാധ, ശത്രുദോഷം എന്നിവയ്ക്ക് നിവാരണം. വിളക്ക് വഴിപാട് കഴിച്ചാലുള്ള ഫലം എന്താണ്? ദുഃഖ നിവാരണം. കെടാവിളക്ക് വഴിപാട് കഴിച്ചാലുള്ള ഫലം എന്താണ്? മഹാവ്യാധിയിൽ നിന്നുള്ള മോചനം. ചുറ്റുവിളക്ക് വഴിപാട് കഴിച്ചാലുള്ള ഫലം എന്താണ്? മനഃശാന്തി, പാപമോചനം, യശസ്സ്. നാരങ്ങാവിളക്ക് വഴിപാട് കഴിച്ചാലുള്ള ഫലം എന്താണ്? രാഹുദോഷ നിവാരണം, വിവാഹ തടസ്സം നീങ്ങൽ. നിറമാല വഴിപാട് കഴിച്ചാലുള്ള ഫലം എന്താണ്? അഭിഷ്ടിസിദ്ധി. കറുകഹോമം വഴിപാട് കഴിച്ചാലുള്ള ഫലം എന്താണ്? ബാലാരിഷ്ടമുക്തി, രോഗശമനം. തിലഹോമം വഴിപാട് നടത്തിയാലുള്ള ഫലം എന്താണ്? പ്രേതോപദ്രവങ്ങളിൽ നിന്നുള്ള ശാന്തി. കാളിക ഹോമം വഴിപാട് നടത്തിയാലുള്ള ഫലം എന്താണ്? ശത്രുദോഷ ശമനം. ഉമാമഹേശ്വര പൂജ വഴിപാട് നടത്തിയാലുള്ള ഫലം എന്താണ്? മംഗല്യ തടസ്സ നിവാരണം. ലക്ഷ്മി നാരായണ പൂജ നടത്തിയാലുള്ള ഫലം എന്താണ്? ദുരിത നിവാരണവും ശത്രു നിവാരണവും.
നൂറും പാലും വഴിപാട് നടത്തിയാലുള്ള ഫലം എന്താണ്? സന്താനലാഭം, രോഗശാന്തി, ദീർഘായുസ്സ്. നിത്യപൂജ വഴിപാട് നടത്തിയാലുള്ള ഫലം എന്താണ്? സർവ്വവിധ ഐശ്വര്യം. ഉദയാസ്തമന പൂജ വഴിപാട് നടത്തിയാലുള്ള ഫലം ദീർഘായുസ്സ്, ശത്രുദോഷ നിവാരണം, സർവ്വവിധ ഐശ്വര്യം. ഉഷപൂജ വഴിപാട് നടത്തിയാലുള്ള ഫലം വിദ്യാലാഭം, സന്താനലബ്ധി. ഉച്ചപൂജ വഴിപാട് നടത്തിയാലുള്ള ഫലം രോഗശാന്തി, മനസ്സമാധാനം. അത്താഴ പൂജ വഴിപാട് നടത്തിയാലുള്ള ഫലം എന്താണ്? ആയുരാരോഗ്യ സൗഖ്യം. പായസം വഴിപാട് നടത്തിയാലുള്ള ഫലം എന്താണ്? ധനധാന്യ വർദ്ധനവ്. ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്ത ബെൽ ബട്ടൺ ഓൺ അമർത്തുക. ഞാനുള്ള പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. എല്ലാവർക്കും ഗുഡ് ബൈ.